വചനം വചനം ത്രിയേക ദൈവമം വചനം വചനം. കർത്താവായ യേശുവിൽ എത്രയും സ്നേഹമുള്ളവരെ, കഴിഞ്ഞ 5 ഞായറാഴ്ചകളിലായിട്ട് നാം യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 6-ാമത്തെ അധ്യായം നമ്മൾ കേൾക്കുകയും ധ്യാനിക്കുകയുമായിരുന്നു. ജീവൻ്റെ അപ്പം ഞാനാണ്, എൻ്റെ ശരീരം ഞാൻ നൽകുന്ന അപ്പമാണ്, എൻ്റെ രക്തം നിങ്ങൾ പാനം ചെയ്യുക, നിങ്ങൾ നിത്യജീവനുള്ളവരായി തീരും എന്ന് പറഞ്ഞിട്ട് യേശു പിന്നീട് അവസാനിപ്പിക്കുന്ന ആ ഭാഗത്ത് നാം കാണുന്നത്, അവൻ്റെ വാക്കുകൾ കേട്ടിട്ട് പലർക്കും അമ്പരപ്പുണ്ടായി. അത് കേട്ടവർ കുറേ പേര് യേശുവിനെ ഉപേക്ഷിച്ചു പോയി. അപ്പോൾ യേശു തൻ്റെ കൂടെ ഉണ്ടായിരുന്ന താൻ തിരഞ്ഞെടുത്ത 12 അപ്പസ്തലന്മാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കും പോകണമെന്നുണ്ടോ? പത്രോസ് യേശുവിനോട് പറയുന്നുണ്ട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? അങ്ങയുടെ അടുത്താണല്ലോ നിത്യജീവൻ്റെ വാക്കുകൾ ഉള്ളത് എന്ന്. അപ്പോൾ യേശു തൻ്റെ ശരീരത്തെക്കുറിച്ചും തൻ്റെ രക്തത്തെയും കുറിച്ച് പറഞ്ഞു. അത് ദിവ്യകാരുണ്യത്തിൽ നമുക്ക് യേശു പകുത്ത് നൽകുന്നതാണ്. അതോടൊപ്പം യേശുവിൻ്റെ വചനം, അതിനെക്കുറിച്ച് പറയുമ്പോഴാണ് പലർക്കും ഇടർച്ചയുണ്ടാകുന്നത്, യേശുവിനെ ഉപേക്ഷിച്ച് പോകുന്നത്. അപ്പോൾ ഇത് വളരെ കഠിനമായ വാക്കുകളാണ് എന്നാണ് അവർക്ക് കുറേ പേർക്ക് തോന്നുന്നത്. ഇന്നത്തെ വായനകളിൽ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇങ്ങനെ ദൈവത്തിൻ്റെ വചനം ദൈവജനത്തിന് നൽകപ്പെടുന്നത് ആദ്യമായിട്ട് 10 കൽപ്പനകളിലൂടെയാണ്. ഒന്നാമത്തെ വായന ആ 10 കൽപ്പനകളുടെ ഒരു ആവർത്തനം നിയമാവർത്തനത്തിൻ്റെ പുസ്തകത്തിൽ നാം കാണുകയാണ്. അതായത് കർത്താവിൻ്റെ വചനം എന്ന് പറയുന്നത് കർത്താവിൻ്റെ നിയമമായിട്ട് നമുക്ക് നൽകുന്ന ഒരു കാര്യമാണ്. അതാണ് മോശ ജനത്തോട് പറയുന്നത്, നിങ്ങൾ ഇന്ന് കർത്താവിൻ്റെ വാക്കുകൾ അനുസരിച്ച് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഈ ദേശത്ത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകും എന്നവിടെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ്. നമുക്കറിയാം, പിന്നീട് ജോഷുവയുടെ പുസ്തകത്തിലാണ് എപ്രകാരമാണ് അവർ യോർദാൻ നദി കടന്ന് അമോര്യരെ ഉന്മൂലനം ചെയ്ത് അവരുടെ ദേശം, വാഗ്ദത്ത ഭൂമി അവർ കൈവശമാക്കുന്നത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ച് ജോഷുവയും ജനത്തോട് പറയുന്നുണ്ട്, കർത്താവിൻ്റെ ആ കൽപ്പനകൾ അനുസരിക്കുക. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ കേട്ടു ജോഷുവ ജനത്തോട് അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ സന്ദേശത്തിൽ പറയുന്നത്, ഞാനും എൻ്റെ കുടുംബവും ഏതായാലും കർത്താവിനെ പിൻചെല്ലാനായിട്ട് തീരുമാനിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന്. അപ്പോൾ അതേപോലെ ഒരു ചോദ്യമാണെന്ന് വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് മോശ ദൈവജനത്തോട് ചോദിക്കുന്നത്, നിങ്ങൾ കർത്താവിനെ അനുസരിക്കുമോ? കർത്താവിൻ്റെ പ്രമാണങ്ങൾ നിങ്ങൾ പാലിക്കുമോ? അപ്പോൾ അവിടെ മോശ അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ എപ്രകാരമാണ് ഈ പ്രമാണങ്ങൾ പാലിക്കുന്നത്, അതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാൻ പോകുന്നത് എന്ന്. സുവിശേഷ ഭാഗത്ത് യേശു പറയുന്ന വളരെ ലളിതമായ കാര്യങ്ങളാണ്. നമ്മൾ ദൈവത്തിൻ്റെ വചനം എന്ന് പറയുമ്പോൾ അത് നമ്മൾ പലപ്പോഴും പൊടിപ്പും തൊങ്ങലും വെച്ച് എന്തോ നമ്മൾക്ക് ആവശ്യം ഉള്ള എന്താണ് കാര്യം, ആവശ്യമില്ലാത്ത എന്താണ് കാര്യം, അത് പലപ്പോഴും ആ ഒരു തിരഞ്ഞെടുപ്പ് നടത്താനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. നിത്യജീവൻ്റെ വാക്കുകളാണ് യേശുവിൻ്റെ പക്കൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടും, പക്ഷേ നമ്മൾക്ക് നിത്യജീവനൊന്നും ഇല്ലാത്ത വലിയ ആഘോഷങ്ങളുടെ പെരുമകളുടെ ഒക്കെ പിന്നാലെ പോയിട്ട് നമ്മൾ എന്താണ് ദൈവപ്രമാണങ്ങൾ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം തന്നെ നമ്മൾ മറന്നു പോകുന്നു. നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന ആ ഒരു കാഴ്ച ഇതാണ് യേശു പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങളെന്താണ് പാത്രത്തിൻ്റെ പുറമോടിയൊക്കെയാണ്, നിങ്ങൾ പുറമൊക്കെ നിങ്ങൾ വൃത്തിയാക്കി വെക്കും, പക്ഷേ അകത്തെന്താണ്?
സംഭവിക്കുന്ന ഇതാണ്. പലപ്പോഴും അകത്ത് എല്ലാ അഴുക്കുകളും സൂക്ഷിച്ചു വെച്ചിട്ട് പുറത്തേക്ക് നമ്മൾ മോടി കാണിക്കും. അപ്പോൾ ഇത് വെറും പുറമോടി ആയിട്ട് നമ്മളിങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ, ആ ഒരു ആർഭാടത്തിൽ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ആന്തരികമായിട്ടുള്ള ശാശ്വതമായ പല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളത്. വിശുദ്ധ അഗസ്റ്റിൻ അദ്ദേഹത്തിൻ്റെ തിരുനാൾ നമ്മൾ കഴിഞ്ഞ ദിവസം ആഘോഷിച്ചതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുമ്പസാരങ്ങൾ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, നമ്മുടെ ഈ ഉള്ളം ക്രിസ്തുവിനെ കൊണ്ട് നിറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ക്രിസ്തുവിൻ്റെ ചൈതന്യം നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവരാകും. പക്ഷേ ഈ ക്രിസ്തുവിൻ്റെ ചൈതന്യം നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാത്തിടത്തോളം കാലം നമ്മൾ വെറും ഈ പുറമോടിയുടെ ആളുകളാകും. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ആചാരങ്ങൾക്ക്, പാരമ്പര്യങ്ങൾക്കൊക്കെ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ട് എന്താണ് കാതലായിട്ടുള്ളത് എന്നത് കാര്യം നമ്മൾ മറന്നു പോവുകയാണ്. അതിനെയാണ് യേശു വിമർശിക്കുന്നത്. ഒരു അവസരത്തിൽ യേശു പറയുന്നുണ്ട്, നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രവൃത്തികൾ വെള്ളയടിച്ച കുഴിമാടങ്ങളെ പോലെയാണ്. കാരണം ഈ ശവക്കല്ലറകൾ വേർതിരിച്ച് കാണാൻ വേണ്ടി അതിന് വെള്ള നിറത്തിൽ പൂശി വെച്ചിരിക്കും. അപ്പോൾ അത് പുറമേ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ള അടിച്ച്, പക്ഷേ അതിൻ്റെ അകത്തുള്ളത് എന്താണ്? വെറും അസ്ഥിയും ജീർണിച്ചു പോകുന്ന ശരീരത്തിൻ്റെ ഭാഗങ്ങളും, അങ്ങനെ ദുർഗന്ധപൂർണമായ ഒരു അവസ്ഥയായിരിക്കും ആ ശവകുടീരത്തിൻ്റെ ഉള്ളിലുള്ളത്. ബാഹ്യമായിട്ടിങ്ങനെ പുറമോടി നമ്മൾ കാണിക്കും. അപ്പോൾ എന്താണ്, നമ്മൾ ഏറ്റവും ആന്തരികമായിട്ട് നമ്മൾ കർത്താവിനെ കൊണ്ട് നിറയ്ക്കുക, കർത്താവിൻ്റെ ആ സുവിശേഷ ചൈതന്യം കൊണ്ട് നമ്മൾ നിറയുന്നവരാകുക. നമ്മൾ അങ്ങനെ നിറയുന്നവരാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ ഈ അന്ത്യവിധി സമയത്ത് എങ്ങനെയാണ് നമ്മൾ വിധിക്കാൻ വരുന്നത്? നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഒരാൾക്ക് അവിടെ വിശക്കുന്നുണ്ട് കഴിഞ്ഞാൽ അവന് ഭക്ഷണം കൊടുക്കാൻ നമ്മൾ തയ്യാറാകും. അവന് ദാഹിക്കുന്നുണ്ടെങ്കിൽ അവന് വെള്ളം കൊടുക്കാൻ നമ്മൾ തയ്യാറാകും. അവന് വസ്ത്രമില്ലെങ്കിൽ അവന് വസ്ത്രം കൊടുക്കാൻ തയ്യാറാകും. അവന് പാർപ്പിടമില്ലെങ്കിൽ അവനെ നമ്മുടെ വീട്ടിൽ കയറ്റി നമ്മൾ അതിഥിയായിട്ട് സ്വീകരിക്കും. അല്ലെങ്കിൽ അവൻ തടവുകാരനായിട്ടോ രോഗിയായിട്ടൊക്കെ കിടക്കുകയാണെങ്കിൽ അവനെ സന്ദർശിക്കാനായിട്ട് പോകും. ഇത് കർത്താവ് ഉള്ളിൽ എപ്രകാരമാണ് നിറയുന്നത്, അതനുസരിച്ചാണ് നമുക്ക് ആ കർത്താവിൻ്റെ ചൈതന്യം നമ്മുടെ പ്രവൃത്തികളിലൂടെ പ്രകടമാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ദൈവജനത്തോട് മോശ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യം നിങ്ങളൊന്ന് ഓർത്തു നോക്കുക. ഇപ്രകാരം ദൈവം സമീപസ്ഥമായിരിക്കുന്ന ഒരു ജനത വേറെ ഏതാണുള്ളത്? അത്രമാത്രം അടുത്ത് ദൈവം അവരുടെ അടുത്തേക്ക് വരികയാണ്, അവരോടൊപ്പം കൂടാരത്തിൽ വസിക്കുകയാണ്. അങ്ങനെ ദൈവം ജനങ്ങളോട് കൂടെ ആയിരിക്കുന്ന ആ ഒരു അവസ്ഥ. അപ്പോൾ അതാണ് നമ്മൾ ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ കർത്താവ് നമ്മിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നവരെ ആ കർത്താവിൻ്റെ ചൈതന്യം കൊണ്ട് നമ്മളെ നിറക്കുക. അതോടൊപ്പം നമ്മിൽ നിന്നും സൽപ്രവൃത്തികൾ, സുവിശേഷത്തിൻ്റെ പ്രവൃത്തികൾ പ്രകടമാകും. അതാണ് സ്നേഹമുള്ളവരെ കർത്താവ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹവും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നന്ദി.